യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ KTM Duke 390 പറ്റിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് BS 6.2 Duke 390 പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് വണ്ടി ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ വൈറ്റിലുള്ള KTM ഷോറൂമാണ്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു KTM ഫോർ എന്താ പറയുക ഒരു ബൈക്ക് അവർ തന്നു. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന പുതിയ മോഡൽ കേട്ടോ. വണ്ടി കാണാനുണ്ടല്ലോ ഒരു രക്ഷയില്ല, എക്സ്പെഷ്യലി ഈ ഒരു കളർ സ്കീമിൽ. അതായത് ഫുൾ ഓറഞ്ചുമായാണ് ഈ ഒരു ടാങ്ക് ആയാലും ഈ ഒരു സീറ്റ് ആയാലും ഇവിടുത്തെ ബാക്കിലത്തെ പീസ് ആയാലും ഒരു കംപ്ലീറ്റ്ലി ഓറഞ്ചുമായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. വണ്ടിക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, വണ്ടിയുടെ EMI കാര്യങ്ങൾ, ഓൺ റോഡ് പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, വണ്ടിയുടെ കൺസോളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ Duke 390ക്ക് ഇപ്പോൾ വരുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. നമ്മുടെ Duke 250 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് നമുക്കൊരു DR വരുന്നുണ്ട്. ഈ ഒരു 4 പീസ് ഞാൻ ഓണായി കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു DR കൂടി വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു മാസീവ് ലുക്ക് അത് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ Duke 250 ആയിട്ട് വേറെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് എക്സ്റ്റൻഷനാണ്. ശരിയാണ്, ഈ ഒരു സെയിം സൈഡ് എക്സ്റ്റൻഷൻ തന്നെയാണ് 250ക്ക് വരുന്നത്. പക്ഷേ നമുക്കിതിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആണ്. പിന്നെ ഇവിടെ ഒരു വെൻറ്റും വരുന്നുണ്ട്. ഇത് Duke 250ക്ക് ഉണ്ടാവില്ല. അതാണ് വേറൊരു വ്യത്യാസം. ബാക്കി എസെൻഷ്യലി സെയിം ആണ്. പുതിയ ഷാസി, പുതിയ സബ്ഫ്രെയിം, പുതിയ സ്വിംഗ് ആം, പുതിയ എല്ലാം കംപ്ലീറ്റ്ലി. ഇത് ഒരു 95% ന്യൂ ആണ്. പ്രീവിയസ് Duke 390 വെച്ചുമ്പോഴത്തേക്കും അറൗണ്ട് 95% ന്യൂ ആണെന്നാണ് ബജാജ് KTM പറയുന്നത്. ഒരു പാർട്സ് പോലും അവർ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പുതിയതാണ്. ഈ ഒരു ഷോക്കൊക്കെ നോക്കുവാണെങ്കിൽ ഓഫ് സെറ്റാണ്. നോക്കിയാൽ മനസ്സിലാവും. ഇത് ഈ സൈഡിലായിരിക്കുന്നത്. ഇത് എന്തിനിങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എയർ ബോക്സ് വലുതാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു പവർ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റി. പവറിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും വൺ ഓഫ് ദി മേജർ ചേഞ്ച് പഴയ ഡ്യൂക്കിൽ നിന്ന് പുതിയ പുതിലേക്ക് വന്നപ്പോഴത്തേക്കും വന്ന ഇത് തന്നെയാണ്. ഈ എഞ്ചിൻ ഇപ്പോൾ കണ്ടോ LC4V ആയിട്ടുണ്ട്. അതായത് ലിക്വിഡ് കൂൾഡ് 4 വാൽവ് കോമ്പാക്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് 398 cc ആയി. നേരത്തെ 371 cc ആയിരുന്നു. അതിപ്പോൾ 398 cc ആയിട്ട് കൂടിയിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ പവർ ഔട്ട്പുട്ട് 43 46 ആയി. ടോർക്ക് ഏറെക്കുറെ റിമൈൻസ് സെയിം എന്നേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഞ്ചിൻ മാത്രമല്ല, കംപ്ലീറ്റ്ലി ഈ ഒരു ടാങ്ക് ആണെങ്കിലും സബ്ഫ്രെയിം ആണെങ്കിലും ഈ വീലാണെങ്കിലും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് മാറ്റങ്ങൾ എന്നുള്ളത് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പുതിയ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. വിത്ത് ഞാൻ പറഞ്ഞ ഒരു 4 LED DRLs വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫോർക്ക് നോക്കുകയാണെങ്കിൽ 43 mm ആ ഒരു USD ഫോർക്ക് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്ററാണ്. നമുക്കിവിടെ റീബൗണ്ടും ഇവിടെ കംപ്രഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5 ക്ലിക്കാണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇപ്പോൾ 390ക്ക് ആ സ്റ്റോക്ക് വരുന്നത്. ഓപ്ഷനല്ല, സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫെൻഡർ കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. പുതിയ ഡിസൈൻ ആയിട്ടുള്ള ഫെൻഡറാണ്. കാരണം എന്താണെന്ന് മനസ്സിലാവും, പഴയതായിട്ട് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഫെൻഡറിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അലൈ നോക്കുവാണെങ്കിൽ അലൈ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു RCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ലൈറ്റ് വെയിറ്റ് അലയാണ് ഇപ്പോൾ നമുക്ക് ഡ്യൂക്കിലും വരുന്നത്. ആ ഒരു 5 സ്പോക്ക് അലയാണ് ഇപ്പോൾ ഡ്യൂക്കിൽ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ ഡിസ്ക് അപ്പർ സൈഡായിരുന്നു, ഇപ്പോൾ ഡിസ്ക് ഇപ്പുറ സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഒരു 320 mm മാസീവ് ആയിട്ടുള്ള ഡിസ്ക്കാണ്. പിന്നെ ബ്രേക്ക് കാലിപ്പർ ഇപ്പുറ സൈഡിലായിട്ടുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാവും. നേരത്തെ ബ്രേക്ക് കാലിപ്പർ ബൈബ്രീനാണ് ചോദിച്ചത്, അത് മാറി ബൈബ്രീന്ന് ചോദിക്കണം മാറിയിട്ട് ഇപ്പോൾ ഇപ്പുറ സൈഡിലായിട്ട് ജസ്റ്റ് ബൈബിളിൻ്റെ ലോഗോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മൂവിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ എന്താ പറയുക, ആ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ ഒക്കെ നോക്കിയാൽ വളരെ മാസീവാണ്. എന്താ പറയുക, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറെക്കുറെ ആ ഒരു ഇവിടം വരെ ഫോർക്കിൻ്റെ ഫ്രണ്ട് വരെ തള്ളിയിരിക്കുന്ന ആ ഒരു സൈഡ് എന്താ പറയുക ഷഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു എക്സ്റ്റൻഷൻ വരെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ആംഗിൾ എന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു മാസീവ് ബൈക്കായിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു 500 cc ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 500 cc ആണെന്നല്ല പറയുന്നത്, ശരിക്കും ഒരു 500 cc ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ മേജർ പാർട്ട് ആ ഒരു ടാങ്ക്. ഈ ഒരു ടാങ്ക് മെറ്റലാണ്. ഇത് സൈഡ് പാനൽ പ്ലാസ്റ്റിക് ആണ്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 15 liters ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രെയിം ഞാൻ പറഞ്ഞു, ഇപ്പോൾ പുതിയ ഫ്രെയിമാണ് ആ KTM ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അലുമിനിയം ബോൾട്ടോൺ സബ്ഫ്രെയിമാണ്. ഈ കാണുന്ന പീസില്ലേ, ഇത് കിറ്റല്ല കേട്ടോ, ഇത് മെറ്റലാണ്. നോക്കി, ഇത് ഫുള്ള് മെറ്റലാണ് ഇരിക്കുന്നത്. ആ മെറ്റലിൽ തന്നെയാണ് ഇത് മൊത്തത്തിൽ ഒരു അലുമിനിയം സബ്ഫ്രെയിമാണ്. ആ മെറ്റലാണ് അവർ ആ ഗ്രാബറിൽ മെറ്റലും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മെറ്റലാണ്, ഫുൾ മെറ്റലാണ്. ആ ടെയിൽ ലൈറ്റ് ഡാമേജ് ആയിരിക്കും വേണ്ടി മെറ്റൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്. പിന്നെ സീറ്റ്, യെസ്, ഇത് ഇച്ചിരി ഓവറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ മേടിക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് ആക്കും, കാരണം ഭയങ്കര ഓവറാണ്. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ സൈഡ് മാത്രം ബ്ലാക്ക് ആക്കി ഓറഞ്ച് ആക്കിയിട്ട് ഈ പീസ് വൈറ്റ് ആക്കി ബ്ലാക്ക് ആക്കിയാൽ കുറച്ചുകൂടി നൈസാണ്. ഇപ്പം ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും ഫ്രണ്ട് സീറ്റ് നോക്കുകയാണെങ്കിലും ഒരു സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റമൊക്കെ കുറച്ചൊരു പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ. ഓക്കെ, പില്ലൺ സീറ്റ്, റൈഡ് സീറ്റ് അത്യാവശ്യം ലോങ് ആണ്.
പില്ലൺ സീറ്റ് അത്യാവശ്യം പൊങ്ങിയിരിക്കുന്നത്. പക്ഷേ പ്രശ്നം ഈ ഒരു പീസ് കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്, ഒരു റബ്ബർ പീസാണ്. പക്ഷേ നമ്മൾ വണ്ടിയിൽ ഇരുന്നിരിക്കുമ്പോൾ ഇവിടെ പുറം ഇടിക്കുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ വണ്ടി കയറിയും കാണിച്ചു തരാം. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സ്വിങ്ങാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. എനിക്ക് നോക്കിയാൽ മനസ്സിലാവും. പഴയ KTM യൂസർ ആണെങ്കിൽ കണ്ടോ, ഇതായിരുന്നു ആ ഒരു പഴയ സ്വിങ്ങാം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നോക്കിയാൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഹൈ എൻഡ് ബൈക്സ്, പ്രീമിയം ബൈക്സ് കണ്ടുവരുന്ന ഒരു സ്വിങ്ങാം ആയിട്ടുണ്ട്. മാസീവാണ്. കാരണം ഈ ഒരു ഓഫ്സെറ്റ് സസ്പെൻഷൻ വന്നുകൊണ്ട് തന്നെ പുതിയ സ്വിങ്ങാം അവർ കൊണ്ടുവന്നു. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്ക് സൈസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിലൊരു 230mm ഡിസ്ക് ആയിരുന്നു, ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു 240mm ഡിസ്ക് ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു 5 സ്പോക്ക് ലൈറ്റ് വെച്ച് വീൽസ് തന്നെ അവർ ഇതിൽ യൂസ് ചെയ്തു. ശരിക്കും ഈ വീൽസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ടയേഴ്സ് പറയാൻ വിട്ടു, ഫ്രണ്ടിലും ബാക്കിലും മെറ്റ്സെലറിൻ്റെ ടയേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കാണാം, മെറ്റ്സെലർ സ്പോട്ടക്കിൻ്റെ M19 ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അടിപൊളി ടയേഴ്സാണ്, നല്ല ഗ്രിപ്പാണ്, പൊളി ടയേഴ്സാണ്, ഒന്നും പറയാനില്ല. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു ടെയിൽ ടടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ്ലി KTMൻ്റെ ടെയിൽ ടടി എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു വടി പോലത്തെ പീസായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കണ്ടോ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു, നമ്മൾ MTയിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ. ഇതെന്ന് വെച്ചാൽ ചെളി കൂടുതൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ടെയിൽ ടടി അത്യാവശ്യം ഇവിടെ നല്ല മാസീവാണ്, പറയാതിരിക്കാൻ വയ്യ. വണ്ടി ബാക്കിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ബൾക്കിൽ കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഉറപ്പാണ് ഒരു 99% ആൾക്കാർ ഇത് ഊരിക്കളയും. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സാണ്, അതെടുത്ത് പറയണ്ടല്ലോ. പിന്നെ ഗ്രാബിൾസ് ഞാൻ പറഞ്ഞു നല്ല യൂസ്ഫുള്ളാണ്. ആ ഒരു ഇത് കണ്ടു, ഇത് മെറ്റലാണ് ശരിക്കും, ഇതൊക്കെ മെറ്റലാണ്, കംപ്ലീറ്റ് മെറ്റലാണ്. ഇതിന് മീൻസ് അലുമിനിയമാണ്. ഈ ഒരു അലുമിനിയം സബ്ഫ്രെയിമിലേക്ക് ബോൾട്ട് ഓൺ ചെയ്ത് വെച്ചേക്കാണ് ഗ്രാബിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൽ പറയാൻ വിട്ടുപോയി, ഒരു ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ ടെയിൽ ലൈറ്റ് എനിക്ക് ശരിക്കും എൻഡോർക്കിൻ്റെ ടെയിൽ ലൈറ്റുകൾ തോന്നുന്നുണ്ട്. ആ ഒരു T ഷേപ്പ് കണ്ടിട്ട് കറക്റ്റ് ആ ഒരു എൻഡോർക്കിൻ്റെ ടെയിലുകൾ എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു മാസീവായിട്ടുള്ള സാരികളുണ്ട്, നല്ല വൃത്തികേടാണ്, വണ്ടിക്ക് നല്ല ബോറലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഗിയർ ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ 390യുടെ ആ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മാസീവാണ് ആ ഒരു ടാങ്ക് എക്സ്റ്റൻഷനൊക്കെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ E20 കിട്ടുന്നുണ്ട്. എന്താണ് E20 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 80% പെട്രോളും 20% എത്തനോളും മിക്സ് ആയിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് E20 കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ BS 6.2 വണ്ടികളും നമുക്ക് E20 കംപ്ലൈൻ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒരു മെറ്റാലിക് ഫിനിഷ് ആയിട്ടുള്ള ഒരു KTMൻ്റെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ്. പിന്നെ റേഡിയേറ്ററൊക്കെ കേർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്ററാണ്, ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടെയുള്ള വേറെ വണ്ടി കാണിച്ചത്, ഇവിടെ നമുക്കൊരു 250 അഡ്വഞ്ചർ വരുന്നുണ്ട്. ഇത് 250 അഡ്വഞ്ചറാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 390 അഡ്വഞ്ചർ സ്പോക്ക് വീൽ, അതായത് സ്പോക്ക് വീലോട് വരുന്ന ഒരു 390 അഡ്വഞ്ചർ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ പുതിയ ഡ്യൂക്ക് 200 കാണാത്തവർക്ക് വേണ്ടിയിട്ട്. പുതിയ ഡ്യൂക്ക് 200 എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് മാറിയിട്ട് ഇപ്പോൾ LED ഹെഡ്ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ 390 ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു LED ഹെഡ്ലൈറ്റ് ഫീൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, 200 മാത്രമേ ഉള്ളൂ, 125 ഇപ്പോഴും ഹാലജനാണ്. പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസ് മോഡൽ 390 അഡ്വഞ്ചർ എക്സും ഉണ്ട് ഇവിടെ. അതായത് ബേസ് 1 ഇതാണ്, അതായത് നമുക്ക് ഇതിനകത്ത് ആ ഒരു TFT ഡാഷ് ഒന്നും ഉണ്ടാവില്ല, LCD ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ബാക്ക് ടു 390. നമുക്ക് 390 കയറി നിന്നിട്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞു അവർ ആ പുതിയ സബ്ഫ്രെയിമും ഫ്രെയിമും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായി. ഓഫ്സെറ്റ് സസ്പെൻഷൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ സാധിച്ചു. അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാനും സാധിച്ചു. അപ്പോൾ സീറ്റ് ഹൈറ്റ് ഇപ്പോൾ പറയുന്നത് വെറും 820 mm താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു 5.5 തൊട്ട് മേളിലേക്കുള്ള എല്ലാവർക്കും തന്നെ കണ്ടോ ഹാഫ് ഫുട്ട് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് 390 ഇങ്ങനെ ഹാഫ് ഫുട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു ടിപ്പ് ടോപ്പ് പൊസിഷൻ ആയിരുന്നു. ഇത് ശരിക്കും ഹാഫ് ഫുട്ടാണ്. കയറി ഇരിക്കുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ അപാരമാണ്, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഈ ലുക്ക് നിങ്ങൾ നോക്കി, ആ ഒരു ടാങ്ക് എക്ഷൻ പോയിക്കണായാലും ഈ ഒരു ബൾജായിട്ട് ഇങ്ങനെ ടാങ്ക് ആണെങ്കിലും നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും പൊങ്ങി നാന്നിരിക്കുന്ന ടാങ്ക് ആണെങ്കിൽ നമുക്കിവിടെ ഒന്നും വെച്ച്, നിങ്ങൾ ടൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും വെച്ച് കെട്ടാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ മിറേഴ്സ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ യെസ്, ഇത് ആ ഡോമിനാറിൽ കൊണ്ടുവന്ന മിറേഴ്സാണ്. ഇത് അടിപൊളി മിറേഴ്സാണ് കേട്ടോ. ആക്ച്വലി ഡിസൈൻ വൈസ് ആയാലും ഫിനിഷ് വൈസ് ആയാലും ഇത് ആക്ച്വലി എന്താ നോക്കിയാൽ തന്നെ മനസ്സിലാവും, അലുമിനിയം ലെഗാണ് ഇതിന് വരുന്നത്. ഇത് ഒരിക്കലും വൈബ്രേറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് നോക്കി പ്ലാസ്റ്റിക് അല്ല, അതുകൊണ്ട് ഇത് ഒട്ടും വൈബ്രേറ്റ് ചെയ്യില്ല, ഫുൾ അലുമിനിയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊളിഞ്ഞു പോയാൽ ഇത് മാറ്റാൻ നല്ല കോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ സ്വിച്ച് കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുതിയ സ്വിച്ച് കേസാണ്. ആ ഒരു 200 കണ്ടുവന്ന ബജാജിൻ്റെ സ്വിച്ച് കേസൊക്കെ മാറി ഇപ്പോൾ 390ക്കും 250ക്കും സെപ്പറേറ്റ് സ്വിച്ച് കേസാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പാസ് സ്വിച്ച് കാണാം, ഒരു കോഷൻ ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോഗിൾ ചെയ്യാനായിട്ട് അപ്പ് ഡൗൺ ബാക്ക് എൻ്റർ, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എൻജിൻ ഗിൽ സ്വിച്ച് ഇവിടെ, എൻജിൻ ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ ഗിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു, ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഇത് വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ കൺസോൾ എടുത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു ലോഡ് ഫീച്ചേഴ്സായിട്ടാണ് കൺസോൾ വന്നേക്കുന്നത്. കൺസോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു വ്യത്യാസമുണ്ട്. പ്രീവിയസ്ലി ഡ്യൂക്കിൻ്റെ കൺസോൾ ഇരിക്കുന്നത് ഇവിടെ ആയിട്ടായിരുന്നു, അതായത് ഹാൻഡിലിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ ഹാൻഡിലിൻ്റെ മുകളിലാണ്
ഈ ഒരു കൺസോൾ ഇരിക്കുക. നിങ്ങൾ മുമ്പ് ശ്രദ്ധിച്ചോണമെന്നറിയില്ല, ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ഒന്നുമില്ലാത്ത പോലെ തോന്നും. ഹാൻഡിൽ മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലേക്ക് ഒന്നുമില്ലാത്തൊരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ കൺസോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് റെഡി ടു റൈസ്. യെസ്, ഓ മാൻ. നമുക്കിവിടെ സൈഡ് സ്റ്റാൻഡ് മാറ്റാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എൻജിൻ ഗിൽ സ്വിച്ച് ഓണാക്കി വണ്ടി റിസർവ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു RPM മീറ്റർ പോയേക്കാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു രക്ഷയില്ല. TFT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് വാർണിംഗ് ലൈറ്റൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക RPM ലിമിറ്റ് വരുന്നുണ്ട്. നമ്മളിനി ടോഗിൾ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ലോഞ്ച് കൺട്രോൾ ഉണ്ട്. ABS റോഡാണോ സൂപ്പർ മോട്ടോ ആണെന്ന് നോക്കി. ഇത്രേ ഉള്ളൂ. റോഡാണെങ്കിൽ 2 ABS വർക്കാവും, സൂപ്പർ മോട്ടോ ആണെങ്കിൽ റിയർ ABS ഓഫ് ആവും. പിന്നെ MTC, അതായത് മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളാണ് ഉദ്ദേശിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓണാണ്. ലാപ്പ് ടൈമർ, പിന്നെ എത്ര ലാപ്പായി അങ്ങനെ കാണിക്കുന്നുണ്ട്. ഫ്യൂവൽ ലെവൽ ഇവിടെയും കാണിക്കുന്നുണ്ട്. ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലാപ്പ് ടൈമർ അതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഡിലീറ്റ് ഓൾ ലാപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നുന്നു കേട്ടോ. ഇത് നോക്കി, ആ ഒരു പോസ് ലാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി കണ്ടോ, ഒരു രക്ഷയില്ല. അതായത് ഇവിടെ ആക്കി കഴിഞ്ഞാൽ പോസാവും, ഇവിടെ ആക്കി കഴിഞ്ഞാൽ ലാപ്പ് ഓണാവും. അപ്പോൾ നമ്മളിനി താഴത്തേക്ക് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോട്ടോർ സൈക്കിൾ, എൻ്റെ മോനെ കൺസോൾ ഒരു രക്ഷയില്ല. ആ ഒരു 390യുടെ സിലോവറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോട്ടോർ സൈക്കിൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈക്ക് ഇൻഫോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോഗിൾ ചെയ്യണമെങ്കിൽ ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനത്തെ ഇൻഫോ എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴേക്ക് പോകണമെങ്കിൽ സെറ്റിങ്സ്, ഫേവറേറ്റ് ക്വിക്ക് സെലക്ടേഴ്സ്, കണക്ടിവിറ്റി, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യമുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഉണ്ട്, ഷിഫ്റ്റ് ലൈറ്റ് ഉണ്ട്. നമുക്ക് ഷിഫ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വണ്ടി റെഡ് ലൈൻ ചെയ്യുന്നത് I think 9000 RPM കഴിഞ്ഞിട്ടാണ് നോക്കുകയാണെങ്കിൽ 6000 RPMലൊക്കെ ഷിഫ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴെ പോകുകയാണെങ്കിൽ എന്താ പറയുക, യെസ്, അതൊക്കെയാണ് മെയിൻ ഈ സൈഡിലെ ഫീച്ചേഴ്സ് പറയുന്നത്. നമുക്കിനി ഓരോന്നിൽ കയറി വെക്കാം. മോട്ടോർ സൈക്കിളിൽ കയറുവാണെങ്കിൽ നമുക്ക് റൈഡ് മോഡ്സ് വരുന്നുണ്ട്. ABS, ട്രാക്ഷൻ കൺട്രോൾ, ലോഞ്ച് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ റൈഡ് മോഡ് നമുക്ക് മാറ്റിയിട്ട് ട്രാക്ക് ആണ് കിടക്കുന്നത്. ട്രാക്ക്, റെയിന്, സ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ ട്രാക്കിൽ തന്നെ കിടക്കട്ടെ, റെയിനൊന്നും വേണ്ട. ട്രാക്കിലിട്ടു. ABS റോഡാണ് കിടക്കുന്നത്. നോക്കുകയാണെങ്കിൽ സൂപ്പർ മോട്ടോ ആക്കാൻ പറ്റും. യെസ്, സൂപ്പർ മോട്ടോ ഇട്ടു. ട്രാക്ഷൻ കൺട്രോൾ ഒരാവശ്യമില്ല, ട്രാക്ഷൻ കൺട്രോൾ ഓഫ്. ടാക്ക് അടിക്കുവാണെങ്കിൽ അടിയിൽ പോവുകയാണെങ്കിൽ ബൈക്ക് ഇൻഫോ ഉണ്ട്. ബൈക്ക് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂവൽ റേഞ്ച് കാണിക്കുന്നുണ്ട്, ബാറ്ററി, സർവീസ്, അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്ക് അടിച്ചിട്ട് ഇവിടെ ട്രിപ്പ് ഇൻഫോസൊക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാ ബൈക്കിലുള്ളതാണ്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ സ്പീഡ് കൺട്രോൾ, അതായത് നമ്മളിപ്പോൾ വണ്ടി വേറൊരാൾക്ക് കൊടുത്തു വിടുകയാണ്. പക്ഷേ നമുക്ക് അവനൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 60 വണ്ടി ലിമിറ്റ് ചെയ്യാം. വണ്ടി 60 മേലെ കയറില്ല. പക്ഷേ അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനിത് സെറ്റിങ്സ് എടുത്ത് മാറ്റാന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുക, സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേവററ്റ് ഓഡോമീറ്റർ സ്റ്റൈൽ മാറ്റാൻ പറ്റുമെന്ന് പറയണേ, അല്ല, യെസ്, നമുക്കിവിടെ ഈ 4 ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ പറ്റും ക്വിക്ക് സെലക്ട് ആയിട്ട്. പിന്നെ ക്വിക്ക് സെലക്ടർ, യെസ്, റൈഡ് മോഡ് ആക്കണോ എന്താക്കണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ക്വിക്ക് ആയിട്ട് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ റൈഡ് മോഡ് മാറും. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ അലൗട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കണക്ടിവിറ്റി ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ ഫോണാണ്, അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മേളും താഴെ ആരെ കാണിക്കുന്നത്. പിന്നെ ഷിഫ്റ്റ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ക്ലോക്ക് ആൻഡ് ഡേറ്റ്, യൂണിറ്റ്സ്, ലാംഗ്വേജ്, എക്സ്ട്രാ ഫങ്ഷൻസ്, ലോഞ്ച് കൺട്രോള് എടുക്കാൻ പറ്റില്ല. ഓഡിയോ, നാവിഗേഷൻ ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ്, റിമോട്ട് കൺട്രോൾ മോഡോ, അപ്പോൾ എന്തത് ആവോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ ഫീച്ചർ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൺസോൾ മാറ്റിയിടാൻ പറ്റും, നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു റൈഡ് മോഡ് മാറിയാൽ കൺസോൾ മാറുന്നതാണ്. ട്രാക്കിലേക്ക് ഇട്ടേക്കണം. ഇപ്പോൾ അത് മാറ്റി സ്ട്രീറ്റ് ആക്കി നോക്കട്ടെ കേട്ടോ. റെയിൻ ഇട്ടാൽ കൺസോൾ മാറുമോ? ഇല്ല, കൺസോൾ റിമെയിൻസ് സെയിം. നമുക്ക് ഒറ്റ ഒരു ലേ ഔട്ടേ കിട്ടുന്നുള്ളൂ. കൺസോൾ അങ്ങനെ മാറ്റമൊന്നുമില്ല. വണ്ടി ട്രാക്കിൽ തന്നെ കിടക്കട്ടെ. ട്രാക്കിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലാപ്പ് ടൈമർ വരുമെന്നല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതാണ് 390യുടെ ഒരു ഫുൾ കൺസോൾ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ വണ്ടി ഹസാർഡ് ഇട്ടു. ഇപ്പോൾ ഹസാർഡ് കത്തുന്നുണ്ട് കണ്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. വണ്ടിയുടെ ഒരു ഹസാർഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു കീ ഊരിയെടുത്തു. ഇപ്പോഴും ഹസാർഡ് കത്തുന്ന നോക്കിയേ, കണ്ടോ. എനിക്ക് തോന്നുന്നു ആരും പറഞ്ഞാലെന്നാണ് തോന്നണേ. ഹസാർഡ് സ്റ്റിൽ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവില്ലേ, വേറെ ഇഷ്യൂ വരില്ല, ഇത് ഗ്ലിച്ചാണെന്ന് വെച്ചാൽ ഇത് ഗ്ലിച്ചും കാര്യങ്ങളൊന്നുമല്ല. ഇത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ ട്രിപ്പ് പോവുകയാണ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കയറിയിരിക്കാൻ നിർത്തി, പക്ഷേ വണ്ടി റോട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അലേർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റോട്ടിൽ വണ്ടി ഇട്ടിട്ട് ഇതുപോലെ ഹസാർഡ് ഇട്ട് കീ ഊരിക്കൊണ്ടുപോകും. ചിലർക്കൊരു പേടിയുണ്ടാവും. ശരി, കീ വണ്ടിയിൽ കിടന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയാലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫീച്ചർ. അതായത് കീ നമുക്ക് ഊരിയെടുക്കാം, വണ്ടി വഴിയിൽ വിടാം. അപ്പോൾ ഇനി വണ്ടി ഇഗ്നിഷൻ ഇട്ടിട്ട്
ഇത് ഓഫ് ചെയ്യാണ്ട് ഇത് ഓഫ് ആവില്ല. ബാറ്ററി ഒന്നും അധികം വലിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. സിലിണ്ടർ കേട്ടോ, മാസിലിൻ്റെ ഡിസൈനൊക്കെ നോക്കി ഒരു രക്ഷയില്ല, അടിപൊളി ഡിസൈനാണ്. പിന്നെ പറയാൻ വിട്ട് വണ്ടിക്ക് റൈഡ് ബൈ വയർ വരുന്നുണ്ട്, വയേഴ്സും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അതിപ്പോൾ പുതിയ 250ക്കും റൈഡ് ബൈ വയറാണ് വരുന്നത്. പിന്നെ ഈ ലിവേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഫ്രണ്ടും ക്ലച്ച് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സെറ്റിങ്സിനനുസരിച്ച് ഈ ഒരു കംപ്രഷൻ റീബൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അത് ഓടിച്ച് നോക്കണം, അല്ലാണ്ട് പറയാൻ പറ്റില്ല എന്തോ സെറ്റിങ്സിലാണ് ഇപ്പോൾ കിടക്കണമെന്നുള്ളത്. ആകെ ഒത്തിരി ശോകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ബാക്കിലൊരു ബമ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലേ ചെയ്ത് സീറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഏറെക്കുറെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റക്കാണ്. പിന്നെ റൈഡിംഗ് പൊസിഷൻ പറയാൻ വിട്ടുപോയി. എന്താ പറയുക, വളരെ അപ്രൈറ്റ് ഞാൻ പറയുന്നില്ല, ചെറിയൊരു സ്പോർട്ടിനെസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ലീനം ചെയ്യുന്നില്ല. പഴയ ഡ്യൂക്കിൻ്റെ ആ ഒരു പൊസിഷനാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് എർഗണോമിക്സിൽ. പഴയതിനെ എന്ന് പറയുന്ന പോലും ഈ ഒരു ടാങ്കിൻ്റെ ഒരു പീസൊക്കെ കാലിലൊന്നും ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഈ പ്ലാസ്റ്റിക്കിലൊന്നും പറയുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു സ്പോർട്ടി സ്റ്റാൻസ് ആണെങ്കിൽ മിററൊക്കെ മനസ്സിലാവും, ഒരു ചെറിയൊരു സ്പോർട്ടി സ്റ്റാൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള KTMൽ വിളിച്ച് നോക്കുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഒരു 40K അല്ലെങ്കിൽ 60K ഒക്കെ അടച്ചാൽ വണ്ടി ഇറക്കാൻ പറ്റും. മന്ത്ലി ഒരു 5 ഇയർ ആണെങ്കിൽ ഒരു 8,000 വെച്ചിട്ട് നമുക്ക് അടച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് കയറ്റി അടയ്ക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇച്ചിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കയറ്റി അടയ്ക്കാം. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഇയർ എന്നുള്ളതിൽ കുറഞ്ഞ് കിട്ടും. അതായത് നമ്മുടെ EMIയിൽ ഡിഡക്റ്റ് ആവില്ല, മറിച്ച് ഈ വർഷം കുറഞ്ഞ് കിട്ടും. നിങ്ങൾ എത്രയാണോ കയറ്റി അടയ്ക്കുന്നത് അതിനനുസരിച്ചിട്ട് വർഷം കുറഞ്ഞ് കിട്ടും. നമുക്ക് ബജാജ്, IDFC, HDFC എല്ലാവരും തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവരായിട്ട് ചോദിച്ച് കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ചെന്ന് തലവൊക്കെ ഇരിക്കുക. കാരണം 5 ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അടച്ച് കഴിയുമ്പോഴത്തേക്കും. ഞാൻ മാക്സിമം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 3 ഇയർ അപ്പുറത്തേക്ക് വണ്ടി എടുക്കാണ്ടിരിക്കുക. 3 ഇയറിൽ മാക്സിമം ഫിനാൻസിൽ എടുക്കാൻ നോക്കുക. പൈസ കൂട്ടി വെച്ചിട്ട് എടുക്കുക. ഒത്തിരി വൈകാലും കുഴപ്പമില്ല, ഒരുപാട് പൈസ ഫിനാൻസിലിട്ട് വെറുതെ കൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ വേണമെങ്കിൽ വണ്ടിയുടെ എക്സോസിനോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഈ വണ്ടി ശരിക്കും ഐഡിലിങ്ങിൽ ആ ഒരു പഴയ ഡ്യൂക്കിൻ്റെ ആ ഒരു എക്സോസ് കൊണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ വൺസ് റബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നല്ല ഒച്ചയുണ്ട്. കണ്ടോ, ശരിക്കും ആ ഒരു പഴയ BS3 390യുടെ ആ ഒരു കുടു അത് ശരിക്കും ഐഡിലിങ്ങിൽ ഇരിക്കുമ്പോൾ ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വൺസ് നിങ്ങൾ റബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോൺ ചെറുതായിട്ട് മാറും. അമ്പോ, നമ്മുടെ ഡ്യൂക്ക് 390യുടെ റിവ്യൂ. നമുക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല. ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാനൊരു ധൃതിയിൽ വന്ന് എടുത്താണ്. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല. വേറെ ദിവസം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്യാം. കാരണം ഇമാതിരി വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ ചെറിയ റൂട്ടിൽ കൂടെ ഓടിച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം ഒന്ന് 390 ആണ്. 390 ഒരിക്കലും ഒരു എന്താ പറയുക പയ്യെ പോകേണ്ട വണ്ടിയൊന്നുമല്ല. അപ്പോൾ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് വേറെ ദിവസം കിട്ടുമ്പോഴത്തേക്കും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ.